ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസിസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലെ താരം എന്ന് പറയുന്നത് നമ്മുടെ ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചേമ്പ് പുഴുങ്ങിയതും ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ചേമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പം നമ്മൾ ചേമ്പ് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചേമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിൽ ഈ ചേമ്പ് 2 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ആ 2 വിസിലുകൊണ്ട് തന്നെ ചേമ്പ് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് നാടൻ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 5-8 ചൂര്യമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിടി ചുവന്നുള്ളി നന്നാക്കിയത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതാ ഇതുപോലെ ഒന്ന് ചമ്മന്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നൈസായിട്ട് അരയേണ്ട, ചെറിയൊരു തരിതരി പോലെ അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മുടെ ചമ്മന്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയി നമ്മുടെ ചേമ്പ് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂട്ടോട് കൂടെ തന്നെ വേണം കേട്ടോ നമുക്ക് ചേമ്പ് ഇതുപോലെ കഴിക്കാനായിട്ട്. അപ്പോൾ ചെറു ചൂട്ടോട് കൂടെ തന്നെ ചേമ്പ് നമ്മൾ തൊലി കളയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉരിഞ്ഞു വന്നോളും. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചമ്മന്തിയിലും കൂടെ ഒന്ന് മുക്കി കഴിച്ചാലുണ്ടല്ലോ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുൻപ് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതറിയാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേമ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇത് സുലഭമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കൊള്ളി പുഴുങ്ങി ചമ്മന്തി കൂടെ കഴിക്കുന്നത് പോലെ തന്നെ ചേമ്പും ഇതുപോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീടുകളിലൊന്നുമില്ല, പക്ഷെ കടകളിൽ ഇത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കളും ഇതൊന്നും കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ മക്കൾക്കും ഇതൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഇതുവരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.